ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സാധാരണ ബിസിനസ് വാർത്തയല്ല, മറിച്ച് ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകത്ത് വർഷങ്ങളായി ഒരു നിർണായക സ്ഥാനം വഹിച്ചിരുന്ന ഒരു കമ്പനിയുടെ സമൂലമായ പരിണാമമാണ്. ഒരു കാലത്ത് ഫോൺ കോളിന്റെയും 8888 എന്ന നമ്പറിന്റെയും പര്യായമായിരുന്ന നമ്മളിൽ പലരും ഒരു ഇലക്ട്രീഷ്യനെയോ അടുത്തുള്ള റെസ്റ്റോറന്റിനെയോ അല്ലെങ്കിൽ ഒരു പ്ലംബറെയോ കണ്ടെത്താൻ ആശ്രയിച്ചിരുന്ന ആ പഴയ വിശ്വസ്ത സുഹൃത്ത്. ജസ്റ്റ് ഡയൽ എന്ന ആ പേരിന് ഇന്ന് എന്ത് സംഭവിച്ചു? അവർ പഴയതുപോലെയാണോ പ്രവർത്തിക്കുന്നത്? അതോ കാലം മാറിയപ്പോൾ അവരും അടിമുടി മാറിയോ? ഇന്ത്യൻ ബിസിനസ് ലോകത്തെയും ഓഹരി വിപണിയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അറിയാം, ജസ്റ്റ് ഡയൽ ഒരു നിർണായക പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം ഒരു ലോക്കൽ സെർച്ച് എഞ്ചിൻ എന്നതിൽ നിന്ന് ഒരു സമ്പൂർണ്ണ ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി മാറാനുള്ള ഭീമാകാരമായ ശ്രമത്തിലാണ് ഇന്ന് ജസ്റ്റ് ഡയൽ. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ, അതിന്റെ സാമ്പത്തിക സ്ഥിതി, പുതിയ ബിസിനസ് തന്ത്രങ്ങൾ, ഭാവി സാധ്യതകൾ എന്നിവയെല്ലാം നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ജസ്റ്റ് ഡയലിന്റെ ഇപ്പോഴത്തെ കഥ ആരംഭിക്കുന്നത് 2021 ജൂലൈ മാസത്തിലാണ്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ജസ്റ്റ് ഡയലിൽ ഭൂരിപക്ഷ ഓഹരി പങ്കാളിത്തം നേടുന്നത്. എന്തുകൊണ്ട് റിലയൻസ്? റിലയൻസിന്റെ റീറ്റെയിൽ ഡിജിറ്റൽ ബിസിനസ്സുകൾക്ക് അവരുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ജസ്റ്റ് ഡയൽ ഒരു മികച്ച പ്ലാറ്റ്ഫോമായിരുന്നു. 6000-ലധികം നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ ഡാറ്റാബേസ് ജസ്റ്റ് ഡയലിന് സ്വന്തമായി ഉണ്ടായിരുന്നു. റിലയൻസ് ഈ പ്ലാറ്റ്ഫോമിനെ സ്വന്തമാക്കിയതിലൂടെ അവരുടെ ഇ കൊമേഴ്സ് സംരംഭങ്ങളായ ജിയോ മാർട്ട്, റിലയൻസ് റീറ്റെയിൽ ശൃംഖല എന്നിവയിലേക്ക് ഈ ശക്തമായ ഡാറ്റാബേസിനെ സംയോജിപ്പിക്കാൻ സാധിച്ചു. ഒരു സെർച്ച് പ്ലാറ്റ്ഫോമിനെ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാക്കി മാറ്റുക എന്നതായിരുന്നു റിലയൻസിന്റെ പ്രധാന തന്ത്രം. അതായത് ഉപഭോക്താവ് ഒരു കടയെ അന്വേഷിച്ച് ജസ്റ്റ് ഡയലിൽ എത്തിയാൽ അവിടെ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങാനും പണം കൈമാറ്റം ചെയ്യാനും സാധിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുക. റിലയൻസിന്റെ വരവോടെ ജസ്റ്റ് ഡയലിന്റെ നേതൃത്വത്തിലും തന്ത്രപരമായ കാഴ്ചപ്പാടുകളിലും സമൂലമായ മാറ്റങ്ങൾ വന്നു. സ്ഥാപകനായ VSS മണി ഇപ്പോഴും ബോർഡിൽ ഉണ്ടെങ്കിലും കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ദിശ നിയന്ത്രിക്കുന്നത് റിലയൻസിന്റെ നയങ്ങളാണ്. ഈ പുതിയ ഉടമസ്ഥത നൽകുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ടെക്നിക്കൽ സപ്പോർട്ടും ജസ്റ്റ് ഡയലിനെ അതിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷന് സജ്ജമാക്കി. റിലയൻസ് ഏറ്റെടുത്തതിനു ശേഷം ജസ്റ്റ് ഡയൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ സംരംഭമാണ് JD മാർട്ട്. ഇതാണ് ജസ്റ്റ് ഡയലിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. എന്താണ് JD മാർട്ട്? JD മാർട്ട് എന്നത് ജസ്റ്റ് ഡയലിന്റെ പുതിയ ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു മൊത്ത വ്യാപാരിക്ക് ഒരു നിർമ്മാതാവിൽ നിന്നോ മറ്റൊരു ബിസിനസ്സിൽ നിന്നോ അസംസ്കൃത വസ്തുക്കളോ വലിയ അളവിലുള്ള ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ കഴിയുന്ന ഡിജിറ്റൽ മാർക്കറ്റാണിത്. പഴയ ജസ്റ്റ് ഡയൽ ഉപഭോക്താക്കളെ കടകളുമായി ബന്ധിപ്പിച്ചു. പുതിയ JD മാർട്ട് ബിസിനസ്സുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യയിലെ B2B വിപണിയിൽ നിലവിലുള്ള ഭീമന്മാരായ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ തുടങ്ങിയവരുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു തന്ത്രമാണ്. ജസ്റ്റ് ഡയലിന്റെ പക്കലുള്ള കോടിക്കണക്കിന് ബിസിനസ് ലിസ്റ്റിംഗ്സ് JD മാർട്ടിന് ഒരു മുതൽക്കൂട്ടാണ്. ഈ ബിസിനസ്സുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ കാറ്റലോഗുകൾ സൗജന്യമായി പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നു. കേവലം വിവരങ്ങൾ നൽകുക എന്നതിലുപരി JD മാർട്ട് വഴി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാനും പേയ്മെന്റ് നടത്താനും ഡെലിവറി ഉറപ്പാക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് റിലയൻസ് ശ്രമിക്കുന്നത്. അതിലൂടെ ഒരു ട്രാൻസാക്ഷണൽ അപ്രോച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇത് B2B രംഗത്തെ വിടവ് നികത്താൻ സഹായിക്കും. JD മാർട്ടിന്റെ വിജയത്തിന് നിർണായകമായ ഘടകമാണ് JD പേ. സുരക്ഷിതമായ പേയ്മെന്റ് ഗേറ്റ്വേകൾ, ഇൻവോയ്സിംഗ് പോലുള്ള സംവിധാനങ്ങൾ വഴി ഇടപാടുകൾ ലളിതമാക്കാനും വേഗത്തിലാക്കാനും സാധിക്കും. ഈ പുതിയ B2B സംരംഭം ജസ്റ്റ് ഡയലിനെ ഒരു സാധാരണ സെർച്ച് കമ്പനിയിൽ നിന്ന് ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത ഇ കൊമേഴ്സ് കമ്പനിയായി മാറ്റി. ഇത് ഒരു വലിയ മുതൽമുടക്ക് ആവശ്യപ്പെടുന്ന, സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പുതിയ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുകയും ബിസിനസിന്റെ അടിത്തറ മാറ്റി എഴുതുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കമ്പനിയുടെ സാമ്പത്തിക കണക്കുകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ജസ്റ്റ് ഡയൽ നിലവിൽ പെയിൻ ഫോർ ഗ്രോത്ത് എന്ന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. JD മാർട്ട്, JD പേ എന്നിവയുടെ വികസനത്തിനായി മികച്ച ടെക്നോളജി വിദഗ്ധരെയും സെയിൽസ് ടീമിനെയും ഓപ്പറേഷൻസ് ടീമിനെയും കമ്പനി വൻതോതിൽ നിയമിച്ചു. ഇതിലൂടെ എംപ്ലോയി കോസ്റ്റ് കുത്തനെ ഉയർന്നു. റിലയൻസിന്റെ പിന്തുണയോടെ ഉയർന്ന ശമ്പളം നൽകി കഴിവുള്ളവരെ ആകർഷിക്കാൻ ജസ്റ്റ് ഡയലിന് കഴിഞ്ഞു. പുതിയ പ്ലാറ്റ്ഫോമുകളെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി മാർക്കറ്റിംഗ്, പരസ്യ ചെലവുകൾ കമ്പനി വർദ്ധിപ്പിച്ചു. B2B ഇടപാടുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശക്തമായതും കൂടുതൽ ശേഷിയുള്ളതുമായ സെർവറുകളും സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കാൻ വലിയ തുക ചിലവഴിക്കേണ്ടി വന്നു. ഈ വലിയ നിക്ഷേപങ്ങൾ കാരണം ജസ്റ്റ് ഡയൽ ചില ക്വാർട്ടറുകളിൽ ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ലാഭം ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തു. ഇത് വിപണിയിൽ ഒരു ആശങ്കയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും വിശാലമായ കാഴ്ചപ്പാടിൽ ഇത് താൽക്കാലികമാണ്. JD മാർട്ട് പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ലിസ്റ്റിംഗ് ഫീസുകൾ, ട്രാൻസാക്ഷൻ കമ്മീഷൻ, ക്രെഡിറ്റ് സേവനങ്ങൾ എന്നിവയിലൂടെ പുതിയ വലിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും. ഇപ്പോഴും ജസ്റ്റ് ഡയലിന്റെ പ്രധാന വരുമാനം വരുന്നത് അവരുടെ പരമ്പരാഗതമായ പെയ്ഡ് ലിസ്റ്റിംഗ് ക്യാമ്പയിനുകളിൽ നിന്നാണ്. മികച്ച ഡേറ്റാബേസും ട്രാഫിക്കും ഉള്ളതുകൊണ്ട് ഈ വരുമാനം നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ സാമ്പത്തിക കണക്കുകൾ കമ്പനി ലാഭത്തിൽ കുറവ് കാണിക്കുമ്പോൾ പോലും അത് കമ്പനി ദുർബലമായതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ ഭാവിക്കായി ഭീമമായ നിക്ഷേപം നടത്തുന്നതുകൊണ്ടാണ്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ ആസ്തി ഉപഭോക്താക്കളും ഡാറ്റാബേസുമാണ്. ജസ്റ്റ് ഡയലിന് ഇതിൽ വളരെ ശക്തമായ ഒരു അടിത്തറയുണ്ട്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ ലിസ്റ്റിംഗുകൾ ജസ്റ്റ് ഡയലിലുണ്ട്. ഈ വിവരങ്ങൾ കൃത്യവും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. മാസത്തിൽ കോടിക്കണക്കിന് ഉപയോക്താക്കൾ ഇപ്പോഴും മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, വോയിസ് കോൾ എന്നിവ വഴി ജസ്റ്റ് ഡയലിൽ വിവരങ്ങൾ തിരയുന്നുണ്ട്. 888888 എന്ന നമ്പറിലൂടെയുള്ള വോയിസ് കോൾ സേവനം ഇപ്പോഴും സജീവമായി നിലനിർത്തുന്നു. ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തവരിലേക്കും ജസ്റ്റ് ഡയലിന്റെ സേവനം എത്തുന്നു എന്ന് ഉറപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ജസ്റ്റ് ഡയൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വോയിസ് കോളുകൾ വഴി വരുന്ന അന്വേഷണങ്ങളെ ഡിജിറ്റൽ മോഡിലേക്ക് മാറ്റാനാണ്. അതായത് ഒരു ഉപഭോക്താവ് വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നതിനൊപ്പം തന്നെ വിവരങ്ങൾ ഒരു SMS ആയോ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് ലിങ്ക് വഴിയോ അയച്ചു കൊടുക്കുന്നു. ഇതിലൂടെ ഉപഭോക്താവിനെ ആപ്പ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടുതൽ പരസ്യങ്ങളും JD Mart പോലുള്ള മറ്റ് സേവനങ്ങളും ഉപയോഗിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. റിലയൻസിന്റെ പിന്തുണയോടെ ജസ്റ്റ് ഡയൽ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലും ആപ്ലിക്കേഷന്റെ രൂപകൽപ്പനയിലും വലിയ മാറ്റങ്ങൾ വരുത്തി. ജസ്റ്റ് ഡയലിന്റെ മൊബൈൽ ആപ്ലിക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്ഗ്രേഡഡ് ഇന്റർഫേസുകൾ ഉപയോഗിച്ച് ആപ്പ് കൂടുതൽ ആകർഷകമാക്കി. ബിസിനസ്സുകൾക്ക് അവരുടെ ലിസ്റ്റിംഗുകൾ സ്വയം എഡിറ്റ് ചെയ്യാനും കാറ്റലോഗുകൾ ചേർക്കാനും ഉപഭോക്താക്കളുമായി ചാറ്റ് ചെയ്യാനും സാധിക്കുന്ന തരത്തിൽ ആപ്പിനെ നവീകരിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാനും ഏറ്റവും അനുയോജ്യമായ ബിസിനസ് പങ്കാളികളെ നിർദ്ദേശിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു. ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയം സുഗമമാക്കുന്ന ചാറ്റ് സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇടപാടുകൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ സാങ്കേതിക മുന്നേറ്റങ്ങളെല്ലാം JD Mart പോലുള്ള പുതിയ സംരംഭങ്ങൾക്ക് അടിത്തറ നൽകുന്നു. പഴയ ജസ്റ്റ് ഡയൽ ഒരു അടിസ്ഥാനപരമായ ഡയറക്ടറി മാത്രമായിരുന്നെങ്കിൽ പുതിയ ജസ്റ്റ് ഡയൽ ഒരു കംപ്ലീറ്റ് ടെക്നോളജി പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ഡയൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മെഗാമാൾ ആകാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിലെ B2B വിപണിക്ക് വലിയ വളർച്ചാ സാധ്യതകളുണ്ട്. ഈ മേഖലയിൽ റിലയൻസ് ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ JD Martന് കഴിയും. വരും വർഷങ്ങളിൽ ഇത് കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സായി മാറും. പ്രാദേശിക വിവരങ്ങൾ നൽകുന്നതിൽ ഇപ്പോഴും ജസ്റ്റ് ഡയലിന് ശക്തമായ സ്വാധീനമുണ്ട്. JD Omni പോലുള്ള സൊല്യൂഷനുകൾ വഴി ചെറുകിട കടകൾക്ക് അവരുടെ ഇൻവെന്ററി, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സഹായം നൽകുന്നു. റിലയൻസിന്റെ ജിയോ മാർട്ട്, റിലയൻസ് റീറ്റെയിൽ എന്നിവയുമായി ജസ്റ്റ് ഡയലിനെ പൂർണ്ണമായി സംയോജിപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഒരു ഉപഭോക്താവ് ജിയോ മാർട്ടിൽ തിരയുന്ന ഉൽപ്പന്നം ജസ്റ്റ് ഡയലിലെ പ്രാദേശിക സ്റ്റോക്കിൽ നിന്ന് കണ്ടെത്താനും അവിടെ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യാനും സാധിക്കുന്ന ഒരു യൂണിഫൈഡ് നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് റിലയൻസ്. ഇപ്പോൾ ജസ്റ്റ് ഡയലിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. ജസ്റ്റ് ഡയൽ അതിന്റെ പഴയ വേഷം പൂർണ്ണമായും അഴിച്ചുമാറ്റി ഒരു പുതിയ, കൂടുതൽ സാങ്കേതികവും ബിസിനസ് കേന്ദ്രീകൃതവുമായ ഒരു വേഷത്തിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. റിലയൻസിന്റെ ശക്തമായ സാമ്പത്തിക പിൻബലവും JD Mart പോലുള്ള വിപ്ലവകരമായ പുതിയ പ്ലാറ്റ്ഫോമുകളും ഈ പരിവർത്തനത്തിന് ആക്കം കൂട്ടുന്നു. ഈ നിക്ഷേപങ്ങൾ കാരണം ഹ്രസ്വകാലത്തേക്ക് ചില സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടാവാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ജസ്റ്റ് ഡയൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട B2B ഡിജിറ്റൽ ഇടനിലക്കാരിൽ ഒരാളായി മാറാനുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. ഇതൊരു സെർച്ച് കമ്പനിയുടെ കഥയല്ല, മറിച്ച് ഒരു ട്രാൻസാക്ഷൻ കമ്പനിയായി രൂപാന്തരപ്പെടുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പരിണാമത്തിന്റെ ഒരു കഥയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.